ആകാശത്തോളം ഉയരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കൂറ്റൻ കെട്ടുകുതിരകൾ, ആയിരക്കണക്കിന് ഭക്തരുടെ ആവേശാരവങ്ങൾ, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പറയുന്ന ആചാരങ്ങൾ. മധുരപീഠിക ദേവീക്ഷേത്രം ഇന്ന് വിസ്മയക്കാഴ്ചകളുടെ വേദിയാവുകയാണ്. തെക്കൻ കേരളത്തിന്റെ തനിമയും പ്രൗഢിയും വിളിച്ചോതുന്ന പ്രസിദ്ധമായ മധുര തിരുവാതിരയും കുതിരയെടുപ്പും ഇന്ന് നടക്കും. വെറും കാഴ്ചകളല്ല ഈ കുതിരകൾ, മറിച്ച് മാസങ്ങൾ നീണ്ട കഠിനമായ വ്രതത്തിന്റെയും കൃത്യതയാർന്ന കരവിരുതിന്റെയും ഫലമാണ്. 9.25 കോൽ വരെ ഉയരമുള്ള വമ്പൻ കുതിരകളാണ് ഇത്തവണത്തെ ആകർഷണം. ആഞ്ഞിലി തടിയിൽ ചട്ടമുണ്ടാക്കി കമുക്, തെങ്ങിൻ തടി എന്നിവ ഉപയോഗിച്ച് കൂടാരങ്ങൾ തീർക്കുന്നു. ആടയാഭരണങ്ങളും വെള്ളയും തൂക്കുകളും കൊണ്ട് വർണ്ണാഭമാക്കിയ ഈ കുതിരകൾ ദേവിക്ക് സമർപ്പിക്കുന്ന ഭക്തിയുടെ രൂപങ്ങളാണ്. ഒരു പുതിയ കുതിര നിർമ്മിക്കാൻ ഏകദേശം 5 ലക്ഷം രൂപയോളം ചെലവ് വരും. ഈ കുതിരകളെ നിർമ്മിക്കുന്നവർക്കും അത് ചുമക്കുന്നവർക്കും വ്രതം നിർബന്ധമാണ്. നിർമ്മാണം തുടങ്ങുന്നത് മുതൽ എഴുന്നള്ളത്ത് കഴിഞ്ഞ് അലങ്കാരങ്ങൾ അഴിക്കുന്നതുവരെ കുതിര കെട്ടുന്നവർ കടുത്ത വ്രതം അനുഷ്ഠിക്കുന്നു. 100ഓളം യുവാക്കൾ മാറി മാറി തോളിലേറ്റിയാണ് ഈ ഭീമാകാരമായ കുതിരകളെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. രാത്രിയിലെ രാജകീയ എഴുന്നള്ളത്ത് ഇന്ന് വൈകിട്ട് 4 മണിയോടെ കുതിരയെടുപ്പ് ആരംഭിക്കും. രാത്രി 8 ദേവിയുടെ ഉടവാളും കാൽച്ചിലമ്പുമായി മേൽശാന്തിയുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളത്ത് നടക്കും. താലപ്പൊലി വിളക്കുകൾക്കും കുത്തിയോട്ടത്തിനും മുത്തുകുടകൾക്കും അകമ്പടിയോടെ കുതിരകൾ നീങ്ങുമ്പോൾ മധുരഗ്രാമം ഭക്തിസാന്ദ്രമാകും. ഇത്തവണത്തെ പ്രത്യേകതയായി പെറ്റാട്ടുകൾ എന്ന് വിളിക്കുന്ന പുതിയ കെട്ടുകാഴ്ചകളും എഴുന്നള്ളത്തിന് മാറ്റുകൂട്ടും. അർദ്ധരാത്രിയോടെ കുതിരകൾ ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപ്തിയാകും.